എറണാകുളം തിരുവാങ്കുളത്ത് കൊല്ലപ്പെട്ട 4 വയസ്സുകാരി സ്വന്തം വീടിനുള്ളിൽ നേരിട്ടത് ക്രൂരമായ ലൈംഗികാതിക്രമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തൽ. സ്വന്തം അച്ഛന്റെ സഹോദരൻ 1.5 വർഷക്കാലമാണ് കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചത്. കൊല്ലപ്പെട്ട ദിവസവും കുട്ടിയെ അതിക്രമത്തിന് ഇരയാക്കി. പ്രതി ലൈംഗിക വൈകൃതമുള്ളയാളാണെന്നും അശ്ലീല ചിത്രങ്ങൾ സ്ഥിരമായി കാണാറുള്ളയാളാണെന്നും അടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ ആ പ്രതിയുടെ ഫോണിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എസ് രാഗിൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കേസിൽ കുഞ്ഞിന്റെ അമ്മയെ വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ഒരുങ്ങുകയാണ്. ഈ പീഡന വിവരം ആ കുട്ടി സ്വന്തം അമ്മയോട് പറഞ്ഞിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ ഒരു നിഗമനം. കൊലപാതക കേസിൽ പോലീസ് ഇന്ന് അമ്മയ്ക്കായുള്ള കസ്റ്റഡി അപേക്ഷ നൽകാൻ ഒരുങ്ങുകയാണ്. അതിന്റെ വിവരങ്ങൾ നമുക്ക് കൊച്ചിയിൽ നിന്ന് എസ് അരുൺ ശങ്കർ നൽകും. ആദ്യം നമുക്ക് രാഗിനിലേക്ക് പോകാം. രാഗിൻ, കുഞ്ഞിന്റെ അച്ഛന്റെ സഹോദരൻ എന്ന് കേട്ടപ്പോൾ നമ്മൾ ഓരോരുത്തരും ഞെട്ടിത്തരിച്ചു പോയി. വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് കൃത്യമായി ഓർമ്മയുണ്ട്, കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങ് നടക്കുന്ന സമയത്ത് ആ വീട്ടിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യാൻ പോയത് കൊച്ചിയിൽ നിന്ന് ശ്യാം പ്രസാദ് ഉത്തമനായിരുന്നു. ശ്യാം അവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട്, എന്റെ മനസ്സിൽ ഇന്നും അത് കൃത്യമായി ഓർമ്മയുണ്ട്. ശ്യാം പറഞ്ഞത് ഏറ്റവും കൂടുതൽ ആ കുഞ്ഞിന് വേണ്ടി ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കുഞ്ഞിന്റെ അച്ഛന്റെ സഹോദരനാണ്. ഏറ്റവും കൂടുതൽ ആ കുഞ്ഞിനോട് അടുപ്പമുള്ളത് അച്ഛന്റെ സഹോദരനായിരുന്നു എന്ന് ശ്യാമിന് അറിയില്ല. അന്ന് അവിടെ കണ്ട കാഴ്ച ശ്യാം പറയുകയായിരുന്നു. നോക്കൂ, ഇന്നൊരു ദിവസം കഴിഞ്ഞ് നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താണെന്ന്. അതോടൊപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട ദിവസം മണിക്കൂറുകൾക്ക് മുൻപും ഈ കുഞ്ഞ് പീഡനത്തിന് ഇരയായിട്ടുണ്ട്. അങ്ങനെ ഈ കുഞ്ഞിനോട് സംരക്ഷിക്കപ്പെടേണ്ടവർ തന്നെ ഇവിടെ വില്ലന്മാരായി തീർന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ കളിയും ചിരിയും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ആ നരാധമന്റെ പേര് വിവരങ്ങൾ ചിത്രങ്ങൾ കാണിക്കാതിരിക്കുന്നതെന്ന്. നമുക്ക് കാണിക്കാൻ കഴിയാഞ്ഞിട്ടാണ്. പോക്സോ കേസാണ്. ആ ചിത്രങ്ങൾ കാണിക്കാൻ കഴിയാൻ, അത് 3 വയസ്സുകാരി നമ്മുടെ കൂടെ ഇന്ന് ഇല്ല എങ്കിലും അവളുടെ അഭിമാനം നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്. അത് കാണിക്കാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾ അനുവദിക്കുന്നില്ല. ചില സമയത്ത് അത് ഇരയ്ക്ക് മാത്രമല്ല വേട്ടക്കാരനും കൂടി ആശ്വാസമാകുന്ന ഒരു നിയമമാണ് എന്നത് നമ്മുടെ മുന്നിൽ ഇത് തെളിയുകയാണ്. ഈ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന വിവരം പുറത്തു വരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കുട്ടി പീഡനത്തിന് ഇരയാകുന്നു എന്ന വിവരം അമ്മയെ അറിഞ്ഞിരിക്കാം എന്ന് പോലീസ് സംശയിക്കുന്നത്. ഇതൊരു സംശയം മാത്രമാണ്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് ലഭിക്കുമ്പോൾ, അതായത് പ്രാഥമികമായിട്ടുള്ള വിവരം പീഡിപ്പിക്കപ്പെട്ടു എന്ന വിവരം പോലീസിന് കൈമാറുമ്പോൾ ഈ അമ്മ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ആ സമയത്ത് അമ്മയോട് ഇക്കാര്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ച് വ്യക്തമായ കാര്യങ്ങൾ പറയാൻ അമ്മ തയ്യാറായില്ല, അല്ലെങ്കിൽ പറഞ്ഞിരുന്നില്ല. അപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ മാത്രമേ ഇനി കൂടുതൽ വിവരങ്ങൾ പുറത്ത് വരികയുള്ളൂ. ഈ വീടെന്ന് പറയുന്നത് ഈ അമ്മയുടെ വീടിന് തൊട്ട് ചേർന്നാണ് ഈ അച്ഛൻ്റെ കുടുംബ വീട്. അടുത്ത് ഒരു ഭിത്തി തന്നെ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയും 2 വീടുകളിലായിട്ടാണ് ഈ കുഞ്ഞ് കഴിഞ്ഞിരുന്നത്. ഈ കുടുംബ വീട്ടിലാണ് സഹോദരന്മാരുണ്ടായിരുന്നത്. അവരോടൊപ്പമായിരുന്നു ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചിരുന്നത്.